നമസ്കാരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് പുതിയ വ്യാപാര വ്യവസായ മേഖലകൾ തുടങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ഈ തരുണത്തിൽ ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുവാനും സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായിട്ട് വേണ്ടപ്പെട്ടവരെ കാണുവാനും ഉള്ള സാഹചര്യം ഉണ്ടായിത്തീരും. പഠിച്ച വിദ്യയോടനുബന്ധമായി പ്രവർത്തിക്കാൻ സാധിക്കും. അഥവാ പാഠ്യപദ്ധതിയുടെ അന്തിമ ഭാഗം സമർപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അംഗീകാരവും ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കുവാൻ സാധിക്കും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി മാസത്തിൻ്റെ പകുതി മുതൽ പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കുവാനും സാധിക്കും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായുള്ള തോന്നലുകൾ ഒഴിവാക്കേണ്ടതാണ്. പുത്രപൗത്രാദികളോടൊപ്പം അന്യദേശത്തോ വിദേശത്തോ താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകൾ വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുന്നത് വഴി പുതിയ വ്യാപാര വ്യവസായ മേഖലകൾ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് വഴി അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനും ഈ നവംബർ മാസത്തിൽ അവസരം വഴിയൊരുക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ ഈ നവംബർ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.